ശ്രീല മാം നമസ്തേ. ഒരു പൗരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസുകാർ SP മുതൽ DYSP വരെ CI വരെ ഒരു വീട്ടമ്മയെ അതിക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ അവരെ മുറിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുന്നു, ഉമ്മ കൊടുക്കും. ബലാത്സംഗം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉമ്മ കൊടുത്ത് മടങ്ങുന്ന അത്രത്തോളം ലൈംഗികതയാണ് ഈ പോലീസുകാരിൽ നിറഞ്ഞു നിൽക്കുന്നത്. സത്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? തന്നെ ഈ പോലീസുകാര് പണ്ട് മുതലേ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നത് ഗുരുതരമായ ആരോപണമാണ്. അതിന് കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന് ഞാൻ പറയും. കാരണം സാധാരണഗതിയിൽ ഈ CPM അധികാരത്തിൽ വരുന്ന എല്ലാ ഘട്ടത്തിലും പോലീസുകാർക്കും ആ CPMന്റെ ധാർഷ്ട്യം അതുപോലെ ഉണ്ടാവും. പക്ഷെ ഒട്ടൊക്കെ നിയന്ത്രിക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആരെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന പ്രശ്നം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ സർക്കാർ, പിണറായി വിജയൻ, അതിലെ ആരോപണ വിധേയരാകുന്നവർ, CPMന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ എല്ലാം തന്നെ പല തരത്തിലുള്ള ആരോപണങ്ങളിൽ വിധേയരായവരാണ്. ഇതിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം സംശയനിഴലിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കേസുകൾ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തുമ്പോൾ പോലീസുകാരെ നിയന്ത്രിക്കാൻ അങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കുറിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൃത്യമായി ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നുണ്ട്. കേരള സർക്കാരിന് അത് കഴിയുന്നില്ല എങ്കിൽ CPMന്റെ പിടിപ്പുകേടാണ്. CPMന്റെ പിടിപ്പുകേടെന്ന് മാത്രമല്ല, കേരള സർക്കാരിന്റെ ഭരണം കൈയാളുന്ന ആഭ്യന്തര മന്ത്രിയുടെ പിടിപ്പുകേടാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ഒരു സ്ത്രീ പരാതിയുമായി പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ സ്ത്രീയുടെ പരാതി അത് നമ്പർ ഇട്ടോ അല്ലെങ്കിൽ അതിന്റെ റെസിപ്റ്റോ നൽകുന്നില്ല. റെസിപ്റ്റ് നൽകാതെ അന്ന് രാത്രിയിൽ CI അവിടേക്ക് എത്തുന്നു. അവരെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം അവർ പരാതി പറയാനായി ചെല്ലുന്ന ബാക്കിയുള്ള DYSPയും അതുപോലെ തന്നെ SP അടക്കമുള്ളവർ അവരെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അതിനുശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ കാഴ്ചവെക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോ ഇത് കറക്റ്റായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതും എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും ഗുരുതരമായി ഞാൻ ചിന്തിക്കുന്ന വിഷയം, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്തിനാണ്? ഈ ബന്ധമുണ്ടാക്കുന്നത് സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നതാണ് ഈ വരുന്ന ആരോപണവും. ഏതായാലും അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിനൊപ്പം ഒരു പക്ഷേ അൻവർ ആയിരിക്കില്ല ഇതിന്റെ പിന്നിലെങ്കിൽ പോലും ഇത് കൃത്യമായി ഈ വിഷയം കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ട, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ലിങ്ക് അതുകൂടിയാണ്. ഒരു SP എന്തിനാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ സ്ത്രീയെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് സംശയം. ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഉള്ള ഇഷ്യൂ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ വിഷയങ്ങളാണെങ്കിലും ഈ കേസടക്കം, അതായത് ഈ സ്ത്രീപീഡന കേസടക്കം പോലീസിലെ ഇപ്പോൾ വരുന്ന ഒരു ചെയിൻ ബലാത്സംഗം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ചെയിൻ ബലാത്സംഗം അടക്കം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് കൃത്യമായി ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെയാണ്. P ശശി അടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് വിഷയത്തിൽ ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയും? നമ്മുടെ ഒരു കൃത്യമായി തന്നെ ഒരു വനിതാ കമ്മീഷൻ അംഗം എന്താണ് പറഞ്ഞത്? വനിതാ കമ്മീഷൻ, ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയുണ്ട്, ആ പാർട്ടിയുടെ കോടതി ഇത്തരക്കാരെ നോക്കിക്കോളും, അവരാണ് തീരുമാനിക്കുന്നതെന്നാണ്. തീവ്രത അളക്കുന്ന മെഷീൻ ഇവരുടെ കയ്യിലുണ്ട്. പീഡനം ഉണ്ടായാൽ ആദ്യം തീവ്രത അളക്കാൻ ശ്രീമതി ടീച്ചറിനെ അടക്കമുള്ളവരുടെ ഒരു ഇതുണ്ടാക്കിക്കൊണ്ട്, ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പീഡനം അളക്കുന്ന യന്ത്രങ്ങളടക്കം സ്ഥാപിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ കുറിച്ച് എങ്ങനെയാണ് അതിൽ പ്രതീക്ഷ ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്ത്രീ പീഡകരെ കയ്യാമം വെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ വന്ന ആളല്ലേ VS പിന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഭരണ സംവിധാനത്തിലേക്ക് എത്തിയപ്പോൾ VSന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. VSന് വായ് മൂടിക്കെട്ടി ഇരിക്കേണ്ടി വന്നു. പിന്നെ കേരളത്തിലെ നമ്മളൊക്കെ പറയുമല്ലോ, CPMനുള്ളത് പുരോഗമന നിലപാടാണ്, സ്ത്രീകളോട് ഭയങ്കര സമീപനമാണെന്നൊക്കെ പറയുമല്ലോ. CPMന്റെ പുരോഗമനവാദം തന്നെ തട്ടിപ്പാണെന്നേ. ഇത്തരത്തിലുള്ള പുരോഗമനവാദം അവർ പറയുന്നത് എന്തിനാണ്? സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയാണെന്നേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പുരോഗമനവാദം കള്ളും കഞ്ചാവും ലഹരിയും മയക്കുമരുന്നും അടക്കമുള്ള വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകുമ്പോൾ ഇവിടെ സ്ത്രീകളെ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ്.
ഇവിടെ പരാതിയുമായി ചെന്ന ഒരു സ്ത്രീക്ക് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ഒരു സ്ത്രീക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു പരാതി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയന്റെ പിടിപ്പുകേടാണ്. പിണറായി വിജയൻ ആ ഭാഗത്തിരിക്കാൻ, ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്ത ഒരാളാണെന്ന് തന്നെയാണ് ആ ഇരട്ടച്ചങ്കരൻ എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്. ഇരട്ടച്ചങ്കരനെ വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി കോടികൾ ചെലവാക്കിക്കൊണ്ട് PR ആക്ടിവിറ്റി നടത്തിക്കൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ എല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നാണ്. കേരളത്തിലെ ഒരു സ്ത്രീക്ക് ഇദ്ദേഹത്തിന്റെ കീഴിൽ, അതായത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ ആ സാഹചര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളീയ പൊതുസമൂഹം ഗൗരവത്തോടെ, കേരളത്തിലെ സ്ത്രീ സമൂഹം ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മുൻപ് ഒരു മന്ത്രിക്കെതിരെ ഒരു ഹണി ട്രാപ്പ് വിവാദം വന്നപ്പോൾ ആ മന്ത്രി ഉടനെ രാജിവെച്ച് ഒരു ചാനലുമായി ബന്ധപ്പെട്ട പൂച്ചക്കുട്ടി എന്നൊക്കെയുള്ള വിളി വളരെ വൈറലായ ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാമർശമാണത്. ആ മന്ത്രി രാജിവെച്ച് പോയ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഇതിപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ ആഭ്യന്തരത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇപ്പോൾ ആ വീട്ടമ്മയുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരൊരു നിഷ്കളങ്ക സ്ത്രീയാണ്. ഒരുപക്ഷെ ഭയന്നു പിണറായി അങ്കിൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്. ഇപ്പോൾ സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നപ്പോഴാണ് അവർക്കിത് പറയാനുള്ള ധൈര്യമുണ്ടായത്. അപ്പോൾ അതുവരെ അവർക്കിത് പറയാനുള്ള ധൈര്യമില്ല, അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും പലർക്കും ഇവരെ കാഴ്ച വയ്ക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഇവിടെ മാറ്റേണ്ടത് എന്താണ്? ഇനി ആരോടാണ് നമ്മൾ ചെന്ന് നമുക്കൊരു പ്രശ്നം വന്നാൽ പരാതി പറയേണ്ടത്? ഇപ്പൊ പരാതി പറയേണ്ട ആളല്ലേ ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയിരിക്കുന്ന നമ്മുടെ ഇപ്പൊ ആരോപണ വിധേയനായ അജിത്ത് DGPക്ക് മുകളിൽ സൂപ്പർ DGP ചമയുകയാണ് എന്ന ആരോപണമാണ് വരുന്നത്. അപ്പൊ നമ്മൾക്കിപ്പോ പരാതി പറയാനുള്ള സംവിധാനമില്ല. വരുന്നതൊക്കെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ പരാതി പറയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയമല്ലേ. സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പൊ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അവിടെയും ഇവിടെയും ആൾക്കാർ പറയുന്നത് വെച്ചുകൊണ്ട് ഇവിടെ എന്തൊരു കോലാഹലമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സമൂഹം ഉണ്ടാക്കിയത്. ഇടതുപക്ഷ സമൂഹം തന്നെ ഒരു ശതമാനം ഇടതുപക്ഷ സമൂഹം ഉണ്ടാക്കിയത് അത് സിനിമയിലെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. അത് ശരിയാണോ തെറ്റാണോ, അതിൽ ബാക്കി യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ, ഇനി അഥവാ യഥാർത്ഥത്തിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണ് സംഭവിച്ചെന്ന വിഷയത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഏറ്റവും ഇന്ന് വരെ ഉയർന്നിട്ടുള്ള വെച്ച് ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കറിയാം സ്വർണ്ണക്കടത്തിലേക്ക് അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടക്കം ചെന്നെത്തുന്ന ലിങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പോലീസും കസ്റ്റംസും തമ്മിൽ എന്താണ് ഇടപാട്? കസ്റ്റംസ് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ്. കസ്റ്റംസും കേരളത്തിലെ പോലീസും തമ്മിൽ എന്താണ് ഇടപാട്? കേരളത്തിലെ പോലീസുകാർ എന്തിനാണ് കസ്റ്റംസുകാരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതിൽ നിന്ന് വ്യക്തമല്ല ഇത് കടന്നു ചെല്ലുന്നത് സ്വർണ്ണക്കടത്തിലേക്കാണെന്ന്. യഥാർത്ഥത്തിൽ ഈ ലിങ്ക് ആരെങ്കിലും ചർച്ച ചെയ്യുമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമോ, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, ഈ ഘട്ടത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, വളരെ കൃത്യമായി തന്നെ ഇതിലേക്ക് അന്വേഷണം പോയാൽ ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളൊക്കെ ചെന്നെത്തുന്നത്. അത് മാത്രമല്ല, ഈ ആരോപണ വിധേയനായിട്ടുള്ള ADGP അജിത്തുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്ന ആളാണ് സുജിത് ദാസ്. ആ സുജിത് ദാസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനടക്കം ഈ സ്ത്രീയെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുന്നത്. അവിടെ നിന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് സ്വർണ്ണക്കടത്തടക്കമുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ കറക്ക് കമ്പനി, അതായത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിന്റെ മുറയിൽ തകർത്തുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, പലപ്പോഴും അവരുടെ കർത്തവ്യത്തിൽ നിന്നും പോലീസിനെ വ്യതിചലിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ മകളും ഒക്കെ ചെയ്ത ക്രൈമുകളും അതുപോലെ ഇടതുപക്ഷത്തെ ആൾക്കാർ ചെയ്ത ക്രൈമുകളും ഒതുക്കാനുള്ള സംവിധാനങ്ങളായി പോലീസിനെ അത്തരത്തിലുള്ള ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിന്റെ ഉപോൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പോലീസിന്റെ മുമ്പിൽ നിവർന്നു നിന്ന് പറയാൻ കഴിവില്ലാത്ത ആഭ്യന്തരമന്ത്രി, അത്തരത്തിലൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അങ്കിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും, അങ്കിളായിരിക്കും യഥാർത്ഥത്തിൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവിടെ പിണറായി വിജയന്റെ പങ്കാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കാൻ അനുവാദം കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ അദ്ദേഹം നേരിട്ട് അനുവാദം കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്താൽ ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എന്നെ ഒന്നും ചെയ്യില്ല എന്ന തരത്തിൽ ചിന്തിക്കാൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്ന ഘടകമല്ലേ ഇത്? യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അവിടെയല്ലേ?
യഥാർത്ഥത്തിൽ ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. കേരളത്തിൽ സ്ത്രീകളുടെ എണ്ണമാണ് പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതലെന്ന് നമുക്കറിയാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയില്ലാത്ത രീതി നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ഇത് കാണുന്നതാണ്. പലതരത്തിലും ആരോപണ വിധേയരായി വന്നിട്ടുള്ള സ്ത്രീകളെല്ലാം തന്നെ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ കെടുകാര്യസ്ഥതയും അത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് നേരെ ആരോപണം തിരിക്കുന്നത് ആദ്യമല്ല. പല പുരുഷന്മാരെയും ഹണി ട്രാപ്പ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് പല പോലീസ് ഓഫീസേഴ്സിനെയും ഹണി ട്രാപ്പ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വന്ന സാഹചര്യമുണ്ട്. ഇവിടുത്തെ പോലീസുകാർക്ക് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. CPM ഭരിക്കുന്ന എല്ലാ കാലത്തും പോലീസിനെ ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നതാണ്. ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പ്രതിരോധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് പോലീസുകാർ കഴിഞ്ഞാടാവുന്ന സ്ഥിതിയാണ്. ഗുണ്ടകളുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ അടുത്ത കാലത്ത് നടത്തിയില്ലേ? കേരളത്തിലെ സ്ത്രീകളെ റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയല്ലേ കേരളത്തിലെ സ്ത്രീകൾക്കുള്ളത്? ഇത് ഇനി ആരാണ് ഈ ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടുക? ആ കടിഞ്ഞാണിടാൻ പിണറായി വിജയന് സാധിക്കില്ല. കാരണം പിണറായി വിജയനും ആരോപണ നിഴലിലാണ്. സത്യത്തിൽ പിണറായി വിജയൻ രാജിവെച്ച് പോകേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി ചർച്ച ചെയ്താൽ, പൊതുസമൂഹം ആ വിഷയത്തിലേക്ക് ഫോക്കസ് കൊണ്ടുപോയാൽ തീർച്ചയായും അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ വരുന്നത്. ഇവിടെ പോലീസുകാരെ സംബന്ധിച്ച് എന്തൊക്കെ കേസുകളാണ് ഉയർന്നിട്ടുള്ളത്? മാങ്ങാമോഷണം മുതൽ ഇപ്പോ ഈ കൊലപാതകം വരെയുള്ള വിഷയങ്ങൾ, ക്രൂര ബലാത്സംഗം അടക്കം, ചെയിൻ ബലാത്സംഗം, അതായത് കൂട്ടബലാത്സംഗം അടക്കം, അത് ഈ സാധാരണഗതിയിൽ നമ്മൾ പറയും പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ സാധാരണഗതിയിൽ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഇതിപ്പോ ഡിസെൻഡിങ് ഓർഡർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പോലീസ് സേനയിൽ എന്ന് പറയുമ്പോൾ ആ പോലീസുകാരുടെ കീഴിൽ, ആ ആഭ്യന്തര വകുപ്പിന് കീഴിൽ, ആ സർക്കാരിന് കീഴിൽ ഒരു സ്ത്രീക്കും സുരക്ഷിതമായിരിക്കാൻ കഴിയില്ല. എല്ലാ സ്ത്രീകളും രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ത്രീകളും ഇപ്പോൾ പുറത്തു വരേണ്ട സമയമാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ പറഞ്ഞത് ഏറെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ അവരെ കാഴ്ചവെക്കാൻ കേരള പോലീസ് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഇതിൽ പ്രതിഷേധിക്കേണ്ട സമയം തന്നെയാണ് ഇത്. വളരെ നന്ദി മാം ചർച്ചയിൽ പങ്കെടുത്തതിന്.